കങ്കുവ ട്രെയിലർ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എക്സൈറ്റ്മെന്റ് എന്ന് തന്നെ പറയണം. കാരണം ട്രെയിലർ കണ്ട എല്ലാവരും അത്യാവശ്യം നന്നായി എക്സൈറ്റഡ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് ഭീകരമായ ഒരു ട്രെയിലറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രെയിലറിൽ സൂര്യയും ബോബി ഡിയോളും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം രണ്ടുപേരുടെയും ഗെറ്റപ്പ് അത്ര ഭീകരമാണ്. ഭീകരം എന്ന് പറഞ്ഞാൽ ഉറപ്പായും പേടി തോന്നുന്ന രീതിയിലുള്ള ഗെറ്റപ്പിലാണ് രണ്ടുപേരും എത്തിയിരിക്കുന്നത്. ട്രെയിലറിൽ കാണുന്ന കാഴ്ചകളെല്ലാം ഉറപ്പായും നമ്മൾ വിസ്മയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മൾ ഞെട്ടാൻ പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്നാൽ ഇതെല്ലാം 3D IMAX ഫോർമാറ്റിലാണ് നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ശിവ സംവിധാനം ചെയ്യുന്ന സൂര്യ 42 എന്ന പേരിൽ ആദ്യം അനൗൺസ് ചെയ്ത കങ്കുവ എന്ന സിനിമ ഒക്ടോബർ 10 റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 500 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കഥയാണ് പടം സംസാരിക്കാൻ പോകുന്നത്. അതായത് 1700 മുതൽ 2024 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കഥ. 1700കളിൽ ജീവിച്ചിരുന്ന ഒരു യോദ്ധാവിന്റെ നിറവേറ്റാതെ പോയ ലക്ഷ്യം നിറവേറ്റുന്ന കഥ. അതായത് കഥയിലെ കഥാപാത്രങ്ങൾക്ക് പല ഗെറ്റപ്പുകളുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ ഒരു മുത്തശ്ശി കഥയോടെയാണ് ട്രെയിലർ ആരംഭിക്കുന്നത്. അതിൽ മുത്തശ്ശി പറയുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ദ്വീപിന് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒത്തിരി കഥകൾ പറയാനുണ്ടെന്ന്. ഉറപ്പായും അങ്ങനെ മിസ്റ്റീരിയസ് ആയ ഒരു കഥ തന്നെയായിരിക്കും കങ്കുവ സംസാരിക്കുന്നത്. ഇനി പടത്തിൽ സൂര്യയും ബോബി ഡിയോളും വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടുപേരും പ്രാചീനമായ ഒരു ലുക്കിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം അപ്പോകാലിപ്റ്റോ സിനിമയിലെ വില്ലന്മാരുടെ ലുക്കിലാണ് രണ്ടുപേരെയും കാണിക്കുന്നത്. അതിൽ ഏറ്റവും ഭീകരമായ ലുക്കിൽ വരുന്നത് സൂര്യ തന്നെയാണ്. ഇതിൽ ആരാണ് ഹീറോ ആരാണ് വില്ലൻ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമാണ്. സൂര്യ വില്ലനായിട്ടാണോ ഫസ്റ്റ് ഹാഫിൽ വരുന്നത്, അതോ നായകനായിട്ടാണോ, ആരാണ് ആ ഭീകരനായ വാരിയർ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ട്രെയിലർ വേറെ ലെവലാണ്. ബോബി ഡിയോളുടെ പോർഷൻസ് എല്ലാം ട്രെയിലറിൽ കാണിക്കുന്നത് ഏതോ ഒരു പാട്ടിന്റെ ഭാഗം പോലെയാണ് നമുക്ക് തോന്നുന്നത്. പാട്ട് അല്ലെങ്കിൽ ആ കാലത്ത് നിലനിന്നിരുന്ന എന്തെങ്കിലും റിലീജിയസ് റിച്വൽസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് ബോബി ഡിയോളുടെ കാണിക്കുന്നത്. എന്നാൽ സൂര്യയുടേത് കാണിക്കുന്നത് ഫുൾ അറ്റാക്കിംഗ് മൂഡാണ്. അതായത് യുദ്ധരംഗങ്ങളും ഫൈറ്റ് സീനും തന്നെയാണ് സൂര്യയുടേത് കാണിക്കുന്നത്. ഇനി ആ സീനുകളിൽ കാണിക്കുന്ന പല കാഴ്ചകളും, അതായത് അമ്പിലൂടെ പാമ്പ് പോകുന്നതും മുതലേ കൊന്നുകൊണ്ട് സൂര്യ വരുന്നതും എല്ലാം വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മേ ബി രണ്ട് ഗോത്ര തലവന്മാർ തമ്മിലുള്ള പകയുടെ കഥയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ള അതിഭീകരമായ ഒരു കഥയായിരിക്കാം. എന്തായാലും സൂര്യ ഇതിനകത്തൊരു ഗോത്ര തലവനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ട്രെയിലറിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പെരുമാച്ചിയുടെ മണ്ണ് ഞാൻ കാക്കും എന്ന് പറഞ്ഞാൽ സ്വന്തം മണ്ണിനായി പോരാടുന്ന ഒരു പോരാളിയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ട്രെയിലറിൽ സൂര്യയും ബോബി ഡിയോളും അല്ലാതെ മറ്റ് കഥാപാത്രങ്ങളെ ആരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ പടത്തിൽ മറ്റു പല കഥാപാത്രങ്ങളുമുണ്ട്. നായികയായി ദിഷ പട്ടാണി ഉണ്ട്, റെഡിൻ കിൻസ്ലി ഉണ്ട്, അതേപോലെ യോഗി ബാബു ഉണ്ട്. അങ്ങനെ ഒത്തിരി താരങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമയാണ് കങ്കുവ. അതുകൊണ്ട് തന്നെ വെറും ഫൈറ്റ് മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ വെറും ഫൈറ്റ് മോഡ് മാത്രമായിരിക്കില്ല പടത്തിൽ പ്രണയം ഉണ്ടാവും, കോമഡി ഉണ്ടാവും, നല്ല പാട്ടുകൾ ഉണ്ടാവും. അങ്ങനെ എല്ലാമുള്ള ഒരു പക്ക കൊമേഴ്ഷ്യൽ ഫിലിം ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പടത്തിന് ചരിത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തമിഴ് സിനിമകളിൽ അങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെട്ട പടങ്ങൾ വരുന്നത് വളരെ റെയറാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പൊന്നിയിൻ സെൽവനും യാത്രിസയും മുതലായ പടങ്ങൾ ചരിത്രവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പടങ്ങൾ തന്നെയാണ്. അതിലും ഇതേപോലെ തന്നെ ഭീകരമായ സീനുകളും ഫൈറ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനെ ഒരു സിനിമയാകാൻ ചാൻസ് ഇല്ല. ഇത് മാക്സിമം ഒരു ഫാന്റസി ത്രില്ലർ ആവാൻ തന്നെയാണ് ചാൻസ്. എന്നിരുന്നാലും ഇത് നമ്മളെ ആകാംക്ഷയുടെയും എക്സൈറ്റ്മെന്റിന്റെയും മുൾമുനയിൽ നിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ട്രെയിലർ തന്നെ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും സൂര്യ ഫാൻസിന് ഇതൊരു മോസ്റ്റ് എക്സൈറ്റിംഗ് മൊമെന്റ് ആണ്. കാരണം സൂര്യയുടെ ഇത്ര ടെറർ ലുക്കിലുള്ള ഇത്ര ഭീകരമായ ഒരു പടം കണ്ടിട്ട് ഒത്തിരി കാലമായി. ഒക്ടോബർ 10 പടത്തിന്റെ റിലീസിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ട്രെയിലർ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.